2024-25 തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളേ ആയിട്ടുള്ളൂ. പക്ഷെ ഇതിനകം കൊണ്ട് തന്നെ നമുക്കറിയാം, ഇതിനകം കൊണ്ട് എന്ന് പറയേണ്ട, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട്, ഒരുപക്ഷെ റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയ ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട്, അതിനു മുൻപ് കോവിഡാണ് ലോകത്തെ ആകെ മാറ്റിമറയ്ക്കുകയും സ്തംഭിപ്പിക്കുകയും ചെയ്തത്. പക്ഷെ കോവിഡ് കഴിഞ്ഞ് കോവിഡിൽ നിന്ന് കരകയറി ലോകം നോർമൽസിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നു. അങ്ങനെ അതോടൊപ്പം ആക്രമണം നടത്തിയതോട് പ്രതികാരമായി എന്താണ് പറയുക, യൂറോപ്യൻ രാജ്യങ്ങളും US ഒക്കെ റഷ്യൻ ഉൽപ്പന്നങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തുന്നു. റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ പോകേണ്ട മാർഗങ്ങൾ എല്ലാം അടച്ചു കളയുന്നു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടായതുകൊണ്ട് തന്നെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ തന്നെ, കാരണം യുക്രൈൻ ഒരു വലിയ ഭക്ഷ്യോൽപാദക രാജ്യമാണ്, റഷ്യയും അങ്ങനെ തന്നെ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അതുപോലെ മറ്റ് പല പ്രധാന ഉൽപ്പന്നങ്ങളും റഷ്യ വലിയ തോതിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ആയിരുന്നു. അപ്പം നമുക്ക് അതുപോലെ ക്രൂഡ് ഓയില്, അപ്പൊ ഇങ്ങനെ ഉപരോധം ഏർപ്പെടുത്തിയോടുകൂടി ആഗോള തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചു. അതുപോലെ പിന്നെ യുക്രൈൻ യുദ്ധം പെട്ടുപോയത് കാരണം കൊണ്ട് ഭക്ഷ്യോൽപാദനം കുറഞ്ഞു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആഗോള ഹങ്കർ ഇൻഡെക്സ് തന്നെ ഉയർന്നു 2019, 20, 21 കാലഘട്ടമായപ്പോഴേക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, എല്ലാ രാജ്യങ്ങളും, കോവിഡ് ബാധിത രാജ്യങ്ങളൊക്കെ തന്നെ ഏകദേശം സ്തംഭനാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ അതായത് വളരെ താഴ്ന്ന വളർച്ചാ നിരക്ക് അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കാണുന്നത്. കോവിഡ് കഴിഞ്ഞ് കരകയറുന്നതിന് മുൻപാണ് റഷ്യ യുക്രൈൻ വാർ വരുന്നത്. അപ്പൊ ആ സ്തംഭനാവസ്ഥയെ തുടർന്ന് ആ സ്തംഭനത്തിലൂടെ തന്നെ ലോകം കടന്നു പോകുന്ന ഒരവസ്ഥ, വളരെ പതുക്കെ പിച്ച വെച്ചു മാത്രം നടന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ലോകത്തെ തള്ളിയിടുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ രാജ്യങ്ങളും, അതായത് ഡെമോക്രസി ആകട്ടെ എന്ത് തന്നെയും ആകട്ടെ, എന്താണ് യുദ്ധവെറി പൂണ്ട്, അധികാര ഭ്രമം കൊണ്ട് യുദ്ധവെറി പൂണ്ട രാജ്യങ്ങളെയാണ് നാം ഇപ്പോൾ ചുറ്റുവട്ടത്ത് നോക്കിയാൽ കാണുന്നത്. ചെറിയ രാജ്യങ്ങളാകട്ടെ വലിയ രാജ്യങ്ങളാകട്ടെ, ഏത് രാജ്യങ്ങളുടെയും അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് പല തരത്തിലുള്ള മാറ്റിമറച്ചിലുകൾ, പല തരത്തിലാണ് നമ്മുടെ GDPയുടെ, ഓരോ രാജ്യത്തിന്റെയും GDPയുടെ ഗ്രോത്തിനെ പറ്റി പല സന്ദേഹങ്ങളും, അതായത് കൂടുമെന്ന് വിചാരിക്കുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ തിരിച്ചടികൾ ഉണ്ടാകുന്നു, അങ്ങനെ വീണ്ടും കുറയുന്നു, അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇന്ത്യയുടെ GDP ഗ്രോത്തിനെ പറ്റി ഓരോ പ്രാവശ്യവും IMF അതുപോലെ തന്നെ മറ്റു റേറ്റിംഗ് ഏജൻസീസ് ഒക്കെ പലതരത്തിലുള്ള റേറ്റിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ IMF അടുത്ത ദിവസം പറഞ്ഞിരിക്കുന്നു 6.9%. അതിനു മുൻപ് IMF പറഞ്ഞിരുന്ന അതിനേക്കാൾ താഴ്ന്ന റേറ്റ് ഓഫ് ഗ്രോത്ത് പ്രതീക്ഷിച്ചാൽ മതി എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ റേറ്റിംഗ് ഇത്രയും കൂടി ഉയർത്തി 6.9 പ്രതീക്ഷിക്കാം. 2024-25 വർഷത്തിലെ GDPയുടെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ചാ നിരക്ക് എന്നാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം IMF. അതുപോലെ തന്നെ മൂഡീസ്, വേറൊരു റേറ്റിംഗ് ഏജൻസി, IMF റേറ്റിംഗ് ഏജൻസി അല്ല, പക്ഷെ മൂഡീസ് ഒരു റേറ്റിംഗ് ഏജൻസിയാണ്, അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയാണ്. മൂഡീസിന്റെ കണക്കനുസരിച്ച് ആ 6.8% വർധനവ് വളർച്ച നാം നേടും എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഇതേ 6.9 6.8 ഒക്കെ, അതായത് വലിയ വ്യത്യാസമില്ലാത്ത വളർച്ച, ഉയർന്ന വളർച്ചാ നിരക്ക്, അതായത് ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ 6.8, 6.9 എന്നൊക്കെ പറയുന്നത് നല്ല വളർച്ചാ നിരക്കുകളാണ്. അപ്പൊ അത്രയും വളർച്ചാ നിരക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് ഡിപ്പെൻസ്. കാരണം ഇപ്പോൾ നിലവിലിരിക്കുന്ന അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇസ്രായേൽ ഗാസ യുദ്ധം, യുക്രൈൻ ഇതുവരെയും പിന്നെ ഈ പുതിനുമായിട്ടുള്ള കരാറിൽ എത്തിയിട്ടില്ല, സമാധാന കരാറിലൊന്നും എത്തിയിട്ടില്ല. ഇപ്പോഴും യുദ്ധത്തിന്റെ എന്താണ് ചീളുകൾ പരസ്പരം എറിഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളും. യുക്രൈൻ വളരെ സൗമ്യമായിട്ടാണ് മുൻപോട്ട് പോകുന്നതെങ്കിലും പലപ്പോഴും പുതിൻ അവരെ വെറി പിടിപ്പിക്കത്തക്ക രീതിയിൽ, വാശി പിടിപ്പിക്കത്തക്ക രീതിയിലുള്ള കമന്റുകളും അതുപോലെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഈ അടുത്ത ദിവസം തന്നെയാണ് നമുക്കറിയാം അവരുടെ വലിയ ഒരു അണുനിലയം
ആക്രമിക്കപ്പെട്ടു. പക്ഷെ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് ലോകം അധികം അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ റഷ്യ എന്തുകൊണ്ടാണ് എപ്പോഴും പ്രകോപിതമായിക്കൊണ്ട് ഇതുവരെയും സാങ്ഷൻ പിൻവലിച്ചിട്ടില്ല. യൂറോപ്പും US ഒക്കെ വെച്ചിരിക്കുന്ന സാങ്ഷൻ പിൻവലിച്ചിട്ടില്ല. അത് റഷ്യയുടെ തളർച്ചയെ, റഷ്യയുടെ ട്രേഡിന്റെ തളർച്ചയ്ക്ക് കാരണമാകുന്നു. ആ ട്രേഡിന്റെ തളർച്ചയ്ക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് റഷ്യയെ വാശി പിടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ റഷ്യ അകാരണമായി യുക്രൈനെ ആക്രമിച്ചു, ഇടയ്ക്കിടയ്ക്ക് ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളെയും ഒക്കെ പിന്നെ കോപാകുലരാക്കുന്നതും റഷ്യയോടുള്ള നിലപാടിന് മാറ്റം വരാതെ ഇരിക്കുന്നതും. പക്ഷെ നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ ആയിരിക്കും ആഗോള തലത്തിലുള്ള ക്രയവിക്രയങ്ങളും മറ്റും നടക്കുന്നത്, ഓരോ രാജ്യത്തിന്റെയും വളർച്ചാ സൂചകങ്ങൾ എങ്ങനെയായിരിക്കും. ഇപ്പോ ക്രയവിക്രയങ്ങളുടെ കാര്യം തന്നെ എടുത്താൽ ഫുഡ് ഗ്രെയിൻസിന്റെ വില ആഗോള തലത്തിൽ തന്നെ ഉയർന്നു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഫുഡ് ഗ്രെയിൻസിന്റെ വില ആഗോള തലത്തിൽ തന്നെ ഉയർന്നു നിൽക്കുന്നത്? കാരണം യുക്രൈൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുക്രൈൻ ഒരു നല്ല കാർഷിക രാജ്യമായിരുന്നു. അതുപോലെ തന്നെ അതായത് UN-ന്റെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമിന് വലിയ തോതിൽ സംഭാവന നൽകിയിരുന്ന ഒരു രാജ്യമായിരുന്നു യുക്രൈൻ. യുക്രൈൻ യുദ്ധത്തിൽ അകപ്പെട്ടതോടുകൂടി ആ സംഭാവന നിന്നു. അതുകൊണ്ടാണ് കൂടുതൽ രാജ്യങ്ങൾ പട്ടിണിയിലേക്ക് ഇപ്പോൾ പെട്ടുപോയിരിക്കുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പിന്നെ അതുപോലെ തന്നെ റഷ്യ വഴിയായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമുക്കറിയാം. ലോകത്തെവിടെയും ഭക്ഷ്യോൽപാദനം ആവശ്യത്തിന് ഉണ്ട്. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഇന്ന് ലോകം അനുഭവിക്കുന്നു എങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൃത്യമായ അളവിൽ കൃഷിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ റഷ്യ ഒരു വലിയ കെമിക്കൽ ഉൽപാദക രാജ്യമാണ്, ഫെർട്ടിലൈസേഴ്സ് ഉൽപാദക രാജ്യമാണ്. നമ്മൾ ഇന്ത്യ അവിടെ നിന്നാണ് ഫോസ്ഫേറ്റ് വാങ്ങുന്നത്. അതുപോലെ തന്നെ യുക്രൈനിൽ അതുപോലെ പല രാജ്യങ്ങളിലേക്കും റഷ്യയിൽ നിന്നുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ചെല്ലുന്നില്ല എന്ന കാരണം കൊണ്ട് തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ വില ലോകത്ത് മുഴുവൻ വർദ്ധിച്ചു. അങ്ങനെ തന്നെ കൃഷിയുടെ ചെലവ് കൂടി. അപ്പോൾ പാവപ്പെട്ട കർഷകർക്കൊന്നും വളം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നു. ഇന്ത്യയിലാണെങ്കിലും നമുക്കറിയാം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന സബ്സിഡി ഒരുപാട് വെട്ടിക്കുറച്ചു. മോദി ഗവൺമെന്റ് ആദ്യ ബജറ്റിൽ തന്നെ 2014-15 ബജറ്റിൽ തന്നെ പറഞ്ഞിരുന്നു സബ്സിഡികളൊക്കെ ഘട്ടം ഘട്ടമായി ഇല്ലാതെയാക്കുമെന്ന്. അപ്പൊ അങ്ങനെ ഇല്ലാതാക്കലിന്റെ വക്കിലേക്ക് നമുക്കറിയാം നമ്മുടെ കുക്കിംഗ് ഗ്യാസിന്റെ ഒക്കെ സബ്സിഡി വെട്ടിക്കുറച്ചാണ് 435 രൂപയിലിരുന്ന ഒരു കുക്കിംഗ് ഗ്യാസ് സിലിണ്ടറിന്റെ വില 1062 രൂപ വരെയാക്കി. അത് എന്നിട്ട് ഇപ്പൊ 962 ആ രീതിയിലേക്ക് കുറച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സബ്സിഡികളൊക്കെ വെട്ടിക്കുറയ്ക്കുന്നു ഒരു വശത്ത് ലഭ്യത കുറയുന്നു. അങ്ങനെ ലഭ്യത കുറഞ്ഞതും സബ്സിഡി വെട്ടിക്കുറച്ചതും ഒക്കെ ഉൽപാദക ചെലവ് വർദ്ധിപ്പിച്ചു. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിന്റെ ഇന്ത്യയുടെ GDP വളർച്ചയെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇപ്പോ അതായത് കോർ സെക്ടറിന്റെ വളർച്ച, കോർ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ കോർ സെക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ റിഫൈനറീസ്, അതുപോലെ കോൾ, ക്രൂഡ് ഓയിൽ, സിമെന്റ്, സ്റ്റീൽ, ഇലക്ട്രിസിറ്റി, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഈ 8 അതായത് 4ഉം ക്രൂഡ് ഓയിലും റിഫൈനറിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട 4 വ്യവസായങ്ങൾ പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞാൽ സ്റ്റീൽ, ഇലക്ട്രിസിറ്റി, സിമെന്റ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഈ 8 വ്യവസായങ്ങൾ ചേർന്നതാണ് നമ്മുടെ കോർ ഇൻഡസ്ട്രീസ്, പരമപ്രധാന വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പരമപ്രധാന വ്യവസായങ്ങൾ തന്നെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ലഭ്യത കുറവാണ്. ഫോസ്ഫേറ്റ് നമുക്കറിയാം, തെങ്ങിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫോസ്ഫേറ്റ് ആണ്. അതുപോലെ തന്നെ മറ്റു പല നെല്ലിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നൈട്രജൻ ആണ്. അങ്ങനെ ഓരോ തരത്തിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ പ്രസക്തിയുണ്ട്. ആ പ്രസക്തമായ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയാലേ കൃഷി നന്നാവും. അപ്പൊ കൃഷി നന്നായി വന്നാൽ, പക്ഷെ ഇന്ത്യൻ കൃഷി ഇപ്പോഴും മൺസൂണിനെ ആശ്രയിച്ചാണ്. അങ്ങനെ ഇരിക്കെ ഇന്ത്യൻ കൃഷി നല്ല ഒരു സീസൺ കൃഷി ഉണ്ടാകും എന്ന് പറയണമെങ്കിൽ നല്ല മൺസൂൺ വേണം. അപ്പോൾ മൺസൂൺ നല്ലതാകുമോ? എങ്കിൽ നമ്മുടെ GDPയുടെ ഗ്രോത്ത് ഇപ്പൊ IMF പറഞ്ഞതുപോലെ 6.9% വന്നു എന്നിരിക്കാം.
അതുപോലെ തന്നെ കോർ സെക്ടർ, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 8 വ്യവസായങ്ങൾ, ആ 8 വ്യവസായങ്ങൾ അത് എന്തുകൊണ്ടാണ് കോർ സെക്ടർ എന്ന് പറയുന്നത്? ആ വ്യവസായങ്ങൾക്ക് മുന്നോട്ടും പുറകോട്ടുമായിട്ട് മറ്റു വ്യവസായമായിട്ട് ശൃംഖല, മറ്റു വ്യവസായങ്ങളുമായിട്ട് പിന്നെ ഖണ്ണികൾ ഉള്ളത് കൊണ്ടാണ് കോർ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോർ സെക്ടേഴ്സിന്റെ വളർച്ച നേരെ പോവുകയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ 6.9% ഗ്രോത്ത് നമുക്ക് നേടാൻ കഴിയും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, പുതിൻ ഈ അടുത്ത നാളില്, അതായത് പിന്നെ വീണ്ടും അവസാനം അയാള് എന്താ പറയുക, ഒരു ഇലക്ഷൻ പ്രഹേളിക നടത്തി അയാൾ തന്നെ ജയിച്ചു വന്നു കഴിഞ്ഞ് പുതിൻ ഭരണത്തിൽ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞത് എന്താണ്? ഒരു 3ാം ലോക മഹായുദ്ധം നമുക്ക് വരാറായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പുതിൻ തന്നെ ഒരു പക്ഷേ ഇറാനെ സഹായിക്കുന്നുണ്ടാകാം. ഇറാനും പുതിനും ഒക്കെ തമ്മിൽ ഒരു പുതിയ റിലേഷൻസ് ഉണ്ടാകുന്നതായിട്ട് ആഗോളതലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ മാറ്റം വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പക്ഷേ ഇപ്പൊ ഇസ്രായേൽ യുദ്ധത്തിന് വേറൊരു തിരിവ് ഉണ്ടായിക്കൂടാ എന്നില്ല. പുതിൻ ഇറാനെയോ മറ്റതുപോലെയുള്ള രാജ്യങ്ങളെയോ ഒക്കെ സഹായിച്ച് ഇസ്രായേലിനോട് പിന്നെ പക വരുത്താം. ഇസ്രായേലിനോട് റഷ്യക്ക് ഒരു പക കാണും. എന്താ കാരണം നമുക്കറിയാം. 2ാം ലോക മഹായുദ്ധം തീർന്നത് എങ്ങനെയാണ്? ഹിരോഷിമ, നാഗസാക്കി എന്നീ ജാപ്പനീസ് നഗരങ്ങളിൽ ബോംബിട്ടാണ് ആ യുദ്ധം അവസാനിക്കുന്നത്. ഈ ആറ്റം ബോംബ് ആരായിരുന്നു നിർമ്മിച്ചത്? ആറ്റം ബോംബിന്റെ ഉപജ്ഞാതാവ് സത്യത്തിൽ പിന്നെ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരുന്നു. പക്ഷെ അദ്ദേഹം അത് നശീകരണ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ജൂ ശാസ്ത്രജ്ഞനല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹം അമേരിക്കയിലായിരുന്നു. ആ അമേരിക്കയിൽ വെച്ച് തന്നെയാണ് ആറ്റം ബോംബ് സഖ്യകക്ഷികൾ ആറ്റം ബോംബ് രൂപകൽപ്പന ചെയ്യുന്നതും ആ ആറ്റം ബോംബ് ഉപയോഗിച്ചാണ് നാഗസാക്കി ഹിരോഷിമ കത്തിച്ചത്, ബോംബിട്ട് തകർത്തതും യുദ്ധം ജയിച്ചതും സഖ്യകക്ഷികൾ. അപ്പൊ അതൊക്കെ അതൊരു പ്രതികാര ബുദ്ധിയോടെ മാത്രമല്ല പുതിൻ ഓർക്കേണ്ടത്. പുതിൻ അതുകൊണ്ട് ഒരു പാഠം പഠിച്ചിരിക്കേണ്ടതാണ്. ഇനിയും ഈ ജൂവിഷ് പോപ്പുലേഷനോട് കളിക്കാൻ പോയാൽ ഇതുപോലെയൊക്കെയുള്ള മറ്റൊക്കെ എന്തൊക്കെയോ വിപത്തുകൾ വന്നുകൂടായികയില്ല. അതിനേക്കാൾ ആറ്റം ബോംബിനേക്കാൾ വലിയ വിപത്ത് ജൂവിഷ് പോപ്പുലേഷന്റെ കയ്യിൽ, അവരുടെ ശാസ്ത്രജ്ഞരുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പുതിന് പ്രതീക്ഷിക്കാൻ ഒക്കില്ല, നേരത്തെ നിരീക്ഷിക്കാൻ ഒക്കില്ല. അപ്പൊ അതൊക്കെ ഓർത്ത് അറച്ചു നിൽക്കാനാണ് സാധ്യത. പുതിൻ ഒരു ചുവട് മുമ്പോട്ട് വെക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ വേണം നാം വിചാരിക്കാൻ. അങ്ങനെ യുദ്ധ സാഹചര്യം ഒഴിഞ്ഞു പോയാൽ, അതേ സമയത്ത് യുദ്ധ സാഹചര്യം ഇതാ വരുന്നു എന്ന രീതിയിൽ ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ GDP ഗ്രോത്ത് ഒരു കാരണവശാലും 6.9%ലേക്ക് വരില്ല. കാരണം ആഗോളതലത്തിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഡയമണ്ടിന്റെ ഡിമാൻഡ് ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ അവയുടെ കയറ്റുമതിയിലൂടെയാണ് നമ്മുടെ 20% എക്സ്പോർട്ട് ഏർണിങ്സ് നമുക്ക് കിട്ടുന്നത്. ആ എക്സ്പോർട്ട് ഏർണിങ്സ് ഇപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ പിന്നെ എന്താ രത്ന വജ്ര വ്യാപാരം, സ്വർണ്ണ വജ്ര വ്യാപാരം വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഒന്ന് ചൈനയും അതുപോലെ അമേരിക്കയും ആണ് ഈ ട്രേഡിൽ നമ്മളോട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന 2 രാജ്യങ്ങൾ. ഈ 2 രാജ്യങ്ങളും സാമ്പത്തികമായിട്ട് നല്ല മെച്ചപ്പെട്ട സ്ഥിതിയിലല്ല. ലോകരാജ്യങ്ങൾ ആരും തന്നെ മെച്ചപ്പെട്ട സ്ഥിതിയിലല്ല. അപ്പൊ ഈ 2 രാജ്യങ്ങളുടെയും വാങ്ങൽ കുറഞ്ഞു പോയി എന്നതുകൊണ്ടാണ് വജ്ര സ്വർണ്ണ ആഭരണങ്ങളുടെ കയറ്റുമതി കുറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, ഈ വജ്ര സ്വർണ്ണ ആഭരണങ്ങളുടെ കയറ്റുമതി എന്ന് പറയുമ്പോൾ ഡയമണ്ട് കട്ടിങ്ങിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ തൊഴിലില്ലായ്മ വർദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ സ്വർണ്ണ വജ്ര ആഭരണങ്ങളുടെ കയറ്റുമതി കുറഞ്ഞു പോയി എന്ന് നമ്മൾ കാണണം. ഈ ILO പറഞ്ഞിരിക്കുന്ന 80% തൊഴിലില്ലായ്മ, 80%-ന് മുകളിൽ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ ഒരു കാരണമാണ് ഈ വജ്ര സ്വർണ്ണ ആഭരണ മേഖലയിൽ വന്നിരിക്കുന്ന ഇടിവ്. അപ്പൊ ഇതുപോലെ ഏതൊക്കെ മേഖലകളിലാണ് ഇടിവ് വരിക ഇനി വരും കാലങ്ങളിൽ എന്നുള്ളത് യുദ്ധഭീഷണിയെ ആശ്രയിച്ചിരിക്കും. അപ്പൊ നേരെ നോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് 6.9%ലേക്കൊക്കെ പോകാം. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മറിച്ച് യുദ്ധഭീഷണി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആഗോള തലത്തിലുള്ള പ്രതികരണങ്ങൾ ഒരിക്കലും ഇന്ത്യൻ ഇക്കോണമിക്ക് അത്ര പ്രോത്സാഹജനകമായിരിക്കില്ല. ഇപ്പൊ നമ്മൾ സ്വർണ്ണ വജ്ര ആഭരണ കയറ്റുമതിയിലാണ് ഡിക്ലൈൻ അനുഭവിക്കുന്നത്.